പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് മൂസ് എന്ന് പറഞ്ഞ സ്നാക്കാണ്. ഇതിന്റെ റെസിപ്പി ഞങ്ങൾക്ക് കിട്ടിയത് പാപ്പുച്ചേട്ടൻ എന്നാണ്. പാപ്പുച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുടെ സാറിന്റെ മോനാണ്. അപ്പൊ പാപ്പുച്ചേട്ടന് ഞങ്ങളുടെ വകയും ചാനലിന്റെ വകയും ഒരു വലിയ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അപ്പൊ ഇന്ന് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചിടാം. അതിനായിട്ട് നമ്മള് 2 പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിനി ബിസ്ക്കറ്റ് എല്ലാം പാത്രത്തിലേക്ക് പൊട്ടിച്ചിടണം. ഈ എടുത്തു വെച്ച ബിസ്ക്കറ്റ് എല്ലാം കൈ വെച്ച് പൊടിക്കണം. കൈ വെച്ച് പൊടിച്ചിടണം. അതിലേക്ക് പൊടിക്കണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇങ്ങനെ പൊടി പോലെ ആക്കണ്ട. നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോ കടിക്കാൻ പാകത്തിന് ആക്കിയിടണം. പൊടി പോലെ ആക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ അടിക്കേണ്ടത്. നമ്മള് ഒരു പ്രാവശ്യം ഈ ചോക്ലേറ്റ് മോസ് ചെയ്തായിരുന്നു. ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോ നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് സിറപ്പ് ഇത് ഒഴിക്കാൻ പോവുകയാണ്. നമ്മള് ഇത് രണ്ടും ഒഴിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജസ്റ്റ് നനയണ പോലെ മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. രണ്ട് ലിക്വിഡ് ആവണ രീതിയിൽ ഒഴിക്കാൻ പാടില്ല. നമ്മള് മിൽക്ക് മെയ്ഡ് പൊട്ടിച്ചു. ഇനി നമ്മളിത് 2 സ്പൂൺ ഒന്ന് ഒഴിക്കണം. ഈ സ്പൂണിൽ തന്നെ നമ്മൾ 2 സ്പൂൺ ഒഴിക്കണം. ഒന്നാമത് രണ്ടാമത്തത് മിൽക്ക് മെയ്ഡ് ഇത്ര ഒഴിച്ചാൽ മതി. ഇനി നമ്മള് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുന്നുണ്ട്. അപ്പോ നമ്മള് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ നോക്കിയിട്ട് ഇനി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കൂടുതൽ ഒഴിച്ചതിനെ കൂടിപ്പോയാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ശരിക്കും ഇളക്കണം. ഇതിപ്പോ കാണുമ്പോ അറിയാം അധികം നനഞ്ഞിട്ടില്ല ഇങ്ങനെ. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് സിറപ്പ് എടുക്കുക. ഒഴിച്ചോ. ഒരു ബൗളില് സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം പറഞ്ഞത്. നമ്മള് കൊറേ ഇളക്കിക്കൊണ്ടിരിക്കണത് ഇപ്പൊ കണ്ടില്ലേ. ചെറിയ ഒട്ടിയിരിക്കണ കണ്ടില്ലേ. ഇതുപോലെ നമ്മളിങ്ങനെ ഒട്ടിയിരിക്കണ പോലെയാണ് ആവേണ്ടത്. ഓവർ ആവാൻ പാടില്ല. ഇനി നമ്മളൊരു പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. പാത്രം എന്ന് പറഞ്ഞാൽ ഏത് പാത്രം വേണമെങ്കിലും ആകാം. ഏത് ഷേപ്പിലും ആകാൻ കുഴപ്പമില്ല. എങ്ങനത്തെ പാത്രമായാലും കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള പാത്രം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ഇനി സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ സെറ്റ് ചെയ്യാൻ വേണ്ട ഈ ബിസ്ക്കറ്റ് ഒക്കെ പൊടിച്ചത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒരെണ്ണായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മള് അധികം ഇടണ്ട. ഒരു 1/4 ഭാഗം മാത്രം ഇട്ടാൽ മതി. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് ലെയറൊക്കെ ഒഴിക്കുന്നുണ്ട് ചോക്ലേറ്റിന്റെ. ഇത്രയും മതിയാവും. ഇത്രയും മതി. സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും പോരാ, കുറച്ചും കൂടി വേണം. നമ്മളിങ്ങനെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി നെക്കിയപ്പോ കുറച്ച് കട്ടിയായി പോയി. അതുകൊണ്ടാണ് നമ്മൾ പൊടിച്ചു കൊടുക്കണത്. അപ്പൊ നമ്മളിങ്ങനെ ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മള് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോ കുറച്ച് ടൈറ്റ് ആയി വരുള്ളൂ. നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ എല്ലാം നമ്മൾ 2 പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്ത് കണ്ടിട്ട് ഈ ഇത്രയെങ്കിലും ഹൈറ്റ് അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് നല്ല ഹൈറ്റുള്ള പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ കട്ടിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിനി ഇത് സെറ്റ് ചെയ്തത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാരണവശാലും ഇത് മൂടി വെക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരു പാത്രം വെച്ച് ഒന്നും മൂടാൻ പാടില്ല. കാരണം ഇത് മൂടിയ കറക്റ്റ് ആയിട്ട് സെറ്റ് ആവൂല. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച ബിസ്ക്കറ്റിന്റെ മുകളിൽ ഒരു ലെയർ, അത് ഒരു ചോക്ലേറ്റ് ക്രീം പോലെ ഒരു ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ
10 രൂപയുടെ ഡയറി മിൽക്കാണ് സാധാരണത്തെ. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്. നമ്മള് ഡാർക്ക് ചോക്ലേറ്റ് സ്വല്പം എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കൊക്കോ പൗഡർ ആണ്. നമ്മള് 3 സ്പൂൺ വീതം എടുക്കുന്നുണ്ട്. ഇതും കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ അപ്പൊ നമ്മള് ഇത് രണ്ടും 3 സ്പൂൺ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര ഉണ്ട്. ഇത് 1.5 കപ്പ് പഞ്ചസാര എടുക്കും. പിന്നെ ഇവിടെ 1 ലിറ്റർ പാല് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തിളപ്പിച്ചിട്ടില്ല. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് തിളപ്പിക്കും. കൊക്കോ പൗഡർ ആണ് എടുക്കുന്നത്. ഈ സ്പൂൺ എന്ന് പറയുന്നത് നമ്മള് അത് ഇളക്കിയ സ്പൂണാണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. മിൽക്ക് മെയ്ഡ് എടുത്ത സ്പൂണാണ്. ആ സ്പൂണാണ് നമ്മൾ 3 സ്പൂൺ എടുക്കുന്നത്. 1 2 3 സ്പൂൺ മതി. ഇനി കോൺഫ്ലോർ. കോൺഫ്ലോറും അതേ സെയിം എമൗണ്ട് തന്നെ വേണം. അത് 3 സ്പൂൺ. പിന്നെ ഇപ്പോ 1.5 കപ്പ് പഞ്ചസാര. ഒന്നര കപ്പ് മതി. അപ്പൊ ഇത് നമുക്ക് എല്ലാം കൂടി യോജിപ്പിക്കാം. നമ്മള് കോൺഫ്ലോറും കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടി എടുത്ത് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിലല്ല, മിക്സ് ചെയ്തെടുക്കണം. ഇത് പാലൊഴിച്ച് ഇത് മിക്സ് ആക്കണം. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത് 1/2 ലിറ്റർ പാലിൽ തന്നെയാണ് കുറച്ചെടുത്തത്. ഇപ്പൊ പാലൊഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് പാലൊഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഇളക്കുമ്പോ കട്ട ഒട്ടും ഇല്ലാണ്ട് ഇളക്കണം. കട്ട ഒന്നും പിടിച്ചിരിക്കാൻ പാടില്ല. നമ്മള് ഇത് ഒട്ടും കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി നമ്മളെടുത്ത 1/2 ലിറ്റർ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പൊ നമ്മളിത് സ്റ്റൗ കത്തിച്ചു. ഇനി ഇത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കൈ എടുക്കാണ്ട് ഇളക്കണം. കാരണം എങ്ങനെയോ ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞത് അടിക്ക് പിടിക്കും. ഇതിപ്പോ ഒന്ന് ഇളക്കി കഴിയുമ്പോ കുറച്ച് തിക്കായിട്ട് വരും. അപ്പോഴാണ് നമ്മള് ഈ മിഠായിയൊക്കെ എടുത്തിരുന്നത്. മിഠായി എന്ന് പറഞ്ഞാൽ ഈ ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ എടുത്തിരുന്നത്. ഇതിപ്പോ നമ്മൾ തിളച്ചു കഴിയുമ്പോ ഇട്ട് കഴിഞ്ഞാൽ ചോക്ലേറ്റ് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പൊ കുറച്ചും കൂടി തിക്നെസ് കൂടും. ചൂടായിട്ടുണ്ട്. നമുക്കിനി അത് ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ചോക്ലേറ്റ് ഇട്ടോ. ഓരോന്നും ഇട്ടിട്ട് കൊടുക്കാനുണ്ട്. ചോക്ലേറ്റ് അമ്മയാണ് ഇട്ടത്. തിളച്ചിരിക്കണോണ്ട് ഹാൻഡ് സൈഡ് ഇടുമ്പോ കയ്യിലെങ്ങനെ ആയാലും ഓർത്തിട്ടാണ് ഇടാഞ്ഞത്. ചിലപ്പോ ആ വീഡിയോ അത് കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. ഇപ്പൊ കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. ഇനി നമുക്ക് ഇത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോ നമ്മൾ ആ ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം, ആ ലെയറായിട്ട്. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ചത് തണുക്കാൻ വെച്ചിട്ട് പോയിരുന്നു. ഇത് പോയി വന്നപ്പോ തണുത്ത് ശരിക്കും കൺസിസ്റ്റൻസി ഒക്കെ കൂടി ശരിക്കും ഒന്നും കൂടി കട്ടിയായി. ഇപ്പൊ ഇത് ബിസ്ക്കറ്റും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തായിരുന്നു. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചോക്ലേറ്റ് ഫുള്ള് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ലെയറാക്കി മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിക്കാൻ പോകുകയാണ്. ഫസ്റ്റ് നമ്മള് ഇതിനകത്തേക്ക് ഒഴിക്കണത് ജസ്റ്റ് സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് എല്ലാം ഒഴിച്ച് ഒരു ലെയർ പോലെ ആക്കി നമുക്ക് ഇത് മാറ്റി വെച്ച് അടുത്തത് എടുക്കാം. ഇപ്പൊ നമ്മളിത് രണ്ടിലും ഇങ്ങനെ ഒരു ലെയർ ആക്കി വെച്ചു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യേണ്ട മെയിൻ കാര്യം ഇത് 6 മണിക്കൂർ
ഫ്രിഡ്ജിൽ വെക്കണം. ഇത് തുറന്നു വെക്കണം, മൂടാൻ പാടില്ല. ആദ്യം വരെ ബിസ്ക്കറ്റ് വെച്ച പോലെ തന്നെ ഇത് തുറന്നു വെക്കണം. നമുക്ക് വെക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ ചോക്ലേറ്റ് മൂസ് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കണ്ട, ഇത് നമ്മള് ജസ്റ്റ് സ്ഥലം മാറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ തറവാടാണ്. അപ്പൊ അവിടെ ഫ്രിഡ്ജിൽ സ്ഥലമില്ലാത്ത കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ ഇത് നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട പരിപാടി ഉണ്ട്. അപ്പൊ നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞങ്ങളിത് മുറിച്ച് 3 ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അമ്മാമ്മയ്ക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അമ്മാമ്മയ്ക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി. ഇത്രയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ നമുക്ക്? ഇതാണ് ഞങ്ങള് നേരത്തെ പറഞ്ഞ അമ്മാമ്മ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങള് തറവാട്ടിലായതുകൊണ്ടാണ് അമ്മാമ്മ ഉള്ളതല്ലേ. ഞങ്ങള് കുറച്ച് 9:15 ആകുമ്പോഴേ വരുള്ളൂ. ഇപ്പൊ രാത്രിയാണല്ലോ, ഞങ്ങള് 8:25 എടുക്കേണ്ടവിടെ നേരത്തെ എത്തി. ഇനിയിപ്പോ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന്. കഴിച്ചു നോക്കാം. നന്നായിട്ടുണ്ട്. നല്ല ഈ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ആ ബിസ്ക്കറ്റ് ഇട്ടതിന്റെ നമ്മൾ മറ്റേ മാരിഗോൾഡാണ് ഇട്ടത്. അപ്പൊ അത് ശരിക്കും കടിക്കാനുണ്ട്, അധികം ഓടിക്കാറുണ്ട്. ബിസ്ക്കറ്റ് ഒക്കെ ശരിക്കും കടിക്കാനുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ആക്കി വെക്കുക. അപ്പൊ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോ ടാറ്റാ.